6 ലക്ഷം രൂപയ്ക്ക്. റേറ്റ് നെഗോഷ്യബിൾ അല്ലേ? 5,20,000 ചോദിക്കുന്നു. 3,40,000 രൂപയ്ക്ക് അടിപൊളി 7 സീറ്റർ വണ്ടിന്റെ. ഇത് 4,98,000. നെഗോഷ്യബിൾ ആണ്. ഇതും ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 3.5 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്യാം. 3.5 7,50,000 രൂപ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടോ 2.10 4.85 8,25,000. 8 ലക്ഷം 9.5 ലക്ഷം 4.40. റേറ്റ് വരുന്നത് 5,75,000 3.45. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് റോഡ് വീൽസ് പ്രീ ഓൺഡ് കാസിലാണ്. നമ്മുടെ കൂടെ ഇതിന്റെ മുതലാളി ഓണർ ഉണ്ടല്ലേ, ഇക്കാനെ പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ഷാഹിർ ഖാൻ. ഓക്കെ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ് വരുന്നത്. അതായത് പാലക്കാട് കോഴിക്കോട് റോഡ്, പാലക്കാട് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് റോഡിലെ മോങ്ങത്താണ് വരുന്നത്. നിയർ അറബിക് കോളേജിന്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് കാലയുടെ വമ്പിച്ച ശേഖരമുണ്ട്. നേരിട്ട് കൊണ്ട് സംസാരിച്ചാല് നമുക്ക് റേറ്റിന്റെ കാര്യത്തിൽ നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടായിരിക്കും. റേറ്റ് എന്തായാലും ചെയ്തു തരും. നമ്മൾ പറയുന്ന റേറ്റിനെക്കാട്ടും കുറച്ച് ചെയ്യാൻ തയ്യാറാണ്. അപ്പം ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് കേട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ റേറ്റിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം. അപ്പൊ നമുക്ക് ഈ വണ്ടി തുടങ്ങല്ലേ? ടൊയോട്ട ഇന്നോവ. എങ്ങനെ ഇതിന്റെ വിവരങ്ങൾ? 2011 G4 വണ്ടി. ഓക്കെ. റീ രജിസ്റ്റർ നമ്പർ ആയി റീരജിസ്റ്റർ ചെയ്ത വണ്ടി. ഓക്കെ. നിലവിൽ സെക്കൻഡ് ഓണർ ആണ് നിലവിൽ വരുന്നത്. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ടാണ് ഇപ്പൊ ഈ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയത്. ഏകദേശം ഒരു അറൌണ്ട് 2 ലാഖിന്റെ അടുത്ത് വർക്കിന് വേണ്ടി ആയിട്ടുണ്ട്. അപ്പൊ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഫ്ലഡ് കാര്യങ്ങളൊന്നും അല്ല, ഈ വണ്ടിയാണ്. അതിൽ ഗ്യാരണ്ടി പക്ക. എഞ്ചിന്റെ കാര്യത്തിലും പക്ക, ഒന്നും നോക്കാനല്ല. ഇന്റർകൂളർ എഞ്ചിൻ. അതാണ് എല്ലാം ചോദിക്കുന്നത്. ഇന്റർകൂളർ എഞ്ചിനാണോ പ്രത്യേകിച്ച് ചോദിച്ചു വാങ്ങും. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട്? ടയർ ആവറേജ് ടയർ വരുന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട്. ഓക്കെ. എത്രയാ ആസ്കിംഗ് റേറ്റ്? എത്രയാണ്? 660. 660. ഓക്കെ. 660 അടിപൊളി ഒരു ഇന്നോവ. മോഡൽ വന്നിരിക്കുന്നത് 2011 660 അടിപൊളി വണ്ടി. റേറ്റ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. റേറ്റ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചാൽ റേറ്റിൽ ഇനിയും മാറ്റം വരും അല്ലേ? ഓക്കെ. ഇൻഷുറൻസ് ഒക്കെ എങ്ങനെ കയറും? ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അല്ല, ഇൻഷുറൻസ് അല്ല, സോറി. നമ്മുടെ ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ 4 ലക്ഷം രൂപയുടെ അടുത്ത് ലോണും കയറും. ലോണ് ബാങ്ക് ആണോ സേട്ട് അടവാണോ? രണ്ടും ചെയ്യാം. ലോൺ ആണെങ്കിൽ ലോൺ, ബാങ്ക് അടവാണെങ്കിൽ ബാങ്ക് കയറും. ഓക്കെ. സിവിൽ സ്കോർ അപ്പം 4 രൂപ സിവിൽ സ്കോർ കാര്യം നോക്കിയിട്ട് നല്ല പ്രൊഫൈൽ നോക്കിയിട്ട്. ഓക്കെ. പ്രൊഫൈൽ ആണെങ്കിൽ 4 ലക്ഷം രൂപയുടെ അടുത്ത് ലോണും കയറുന്ന അടിപൊളി വണ്ടി. ഓക്കെ. അടുത്തേക്ക് പോവാം. ഷിഫ്റ്റ് ആണല്ലേ, മാരുതിന്റെ ഷിഫ്റ്റ്. ഓക്കെ. 2019 മോഡൽ പെട്രോൾ. 2019 മോഡൽ പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. VXI കാരണം മിഡിൽ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 64 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എത്രയാണ് ആസ്കിംഗ് റേറ്റ്? എത്രയാണ് ഇതിന് വില ചോദിക്കണം? 6 ലക്ഷം. 6 ലക്ഷം രൂപയ്ക്ക്. റേറ്റ് നെഗോഷ്യബിൾ അല്ലേ? ഇതും നെഗോഷ്യബിൾ ആണ്. റേറ്റ് നേരിട്ട് കണ്ട് സംസാരിച്ച റേറ്റിൽ ഇനിയും മാറ്റം വരുത്താൻ സാധിക്കും. അപ്പൊ നേരിട്ട് വരാം എല്ലാവരും അല്ലേ? ശരി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്തേക്ക് പോവാം. നമ്മൾ 10 ഷിഫ്റ്റ് ഡിസയർ ആണല്ലേ? പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ വണ്ടി. 2017 മോഡൽ. 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. VXI അത് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. VXI വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 120 കമ്പനി സർവീസ്. 1,20,000 കമ്പനി സർവീസ് വണ്ടി. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ആക്സിഡന്റ് റേറ്റ്? എത്ര ആസ്കിംഗ് റേറ്റ്? ഏകദേശം 5,000 ചോദിക്കുന്നുണ്ട്. 5,20,000 ചോദിക്കുന്നു. ആസ്കിംഗ് അല്ല, റേറ്റ്. ഓക്കെ. റേറ്റ് ആസ്കിംഗ് ആണ്. നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച റേറ്റിൽ നമുക്ക് ഇനിയും മാറ്റം വരുത്തിയിട്ട് വാങ്ങാൻ പറ്റും. ലോണ് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞ ലോണൊക്കെ കയറും. ലോൺ ഏകദേശം ഒരു 4 എത്ര കയറും? ഒരു 80% ലോൺ കയറും. 80% ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ. ശരി. അടുത്ത വണ്ടിയിലേക്ക് പോവാം. റെനോൾട്ടിന്റെ വണ്ടി അല്ലേ? റെനോൾട്ടിന്റെ ഡസ്റ്റർ. ഓക്കെ. ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? 2016 രജിസ്റ്റർ, 2015 മോഡൽ. 2016 രജിസ്ട്രേഷൻ, 2015 മോഡൽ. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. ഓക്കെ. നമ്മൾ അങ്ങനെ പറയാം. 15 മോഡൽ 16 രജിസ്ട്രേഷൻ എന്ന് പറയാം. അത് തിരിച്ചായപ്പോ ആ കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 96,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി 85 bhp പവർ വരുന്നത്. ഓക്കെ. എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടി. ഏകദേശം മൈലേജ് കിട്ടും? 18-20 മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന്റെ കാര്യത്തിൽ പക്ക ഗ്യാരണ്ടി കൊടുക്കാവുന്ന വണ്ടി. ഫ്ലഡ് ഒന്നും അല്ല. ഇവിടുത്തെ വണ്ടികൾ ഫ്ലഡ് ഇല്ല. ഫ്ലഡ് ഇല്ലല്ലോ ഇവിടെ വണ്ടി. അതിനെ കുറിച്ച് പറയാനില്ല. മേജർ ആക്സിഡന്റ് വണ്ടി ഇല്ല. അടുത്ത മഹീന്ദ്രന്റെ വണ്ടി മഹീന്ദ്ര കുറച്ച് വലിയ വണ്ടി മഹീന്ദ്ര സൈലോ. ഓക്കെ. ഇതിന്റെ വിവരങ്ങൾ എങ്ങനെ വരുന്നത്?
ഇത് 2013 മോഡൽ 14 രജിസ്റ്റർ. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.12. 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് വരുന്നത് 7 സീറ്റർ വണ്ടിയാണ് അല്ലേ? 7 സീറ്റർ വലിയ വണ്ടി. ഓക്കെ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത തോന്നിയാൽ വെച്ചാൽ ഏറ്റവും ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാലും ബാൽക്കണിയിൽ ഇരിക്കുന്ന ഫീലാണ്. കാരണം ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ഫ്രണ്ട് നല്ല വ്യൂ ആയി കിടക്കും. പക്ഷെ ഇന്നോവയിൽ അങ്ങനെ കിട്ടില്ല. ഇന്നോവയിൽ ഒരു നമ്മൾ താന്നിരിക്കുന്നതായി തോന്നും. സീറ്റിംഗ് ആയിട്ട് ഏറ്റവും ബാക്കിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. ശരി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള? 1.10. ടയറും കാര്യങ്ങളുടെ മേജർ ആക്സിഡന്റ് ഒക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് വണ്ടി. ഓക്കെ. എത്രയാണ് ആസ്റ്റിമേറ്റ്? 3,40,000 രൂപയ്ക്ക് അടിപൊളി 7 സീറ്റർ വണ്ടി. മൈലേജ് എത്ര പ്രതീക്ഷിക്കുക? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 15 കിട്ടോ? 15 അടുത്ത് മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. ഓക്കെ. വില നെഗോഷ്യബിൾ അല്ലേ? നമുക്ക് ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തേക്ക് പോവാം. നിങ്ങൾക്ക് അടുത്തത് അടിപൊളി വണ്ടി അല്ലേ? ഒരു സെഡാൻ വണ്ടി, ഹോണ്ട സിറ്റി. ഓക്കെ. എങ്ങനെ ഇതിന് വിവരങ്ങൾ? 2014 മോഡൽ ഡീസൽ വണ്ടി. ഓക്കെ. കിലോമീറ്റർ കിലോമീറ്റർ 140 സംതിങ് കിലോമീറ്റർ ഡീസൽ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് എത്രയായിരുന്നു? നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അലോയ് വീൽസ്. അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നത്? എസ് ഓപ്ഷൻ ആണ്. അതായത് മിഡിൽ ആണോ വരുന്നത്? മിഡിലിന്റെ തൊട്ട് താഴെ എസ് ഓപ്ഷൻ ആണ്. അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ടയർ ഏകദേശം 80 അബൌ ടയർ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. ഇതിന്റെ മൈലേജ് ഏകദേശം 20-22 മൈലേജ്. ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട് 28 വരെ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ല വണ്ടിയാണ്. നമ്മൾ വിചാരിക്കില്ല എത്ര വലിയ വണ്ടി കണ്ടാൽ ഇത്ര മൈലേജ് കിട്ടുന്ന വണ്ടിയായിരിക്കുന്നത്. ഓക്കെ. എത്രയാണ് ആസ്റ്റിമേറ്റ് ആണ് ഇതിന്റെ? 4,98,000 അടിപൊളി വണ്ടി അല്ലേ? വലിയ വണ്ടി. ഓക്കെ. വലിയ നെഗോഷ്യബിൾ ആണ്. ഇതും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഈ ഹോണ്ട സിറ്റിയിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. ഓക്കെ. അടുത്തേക്ക് പോവാം. കുറെ വലിയ വണ്ടി നോക്കിയതിനു ശേഷം ഒരു ചെറു വണ്ടിയിലേക്ക് കടന്നിരിക്കുക അല്ലേ? ഓക്കെ. മാരുതിന്റെ അൾട്ടോ 800 അല്ലേ? ശരി. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? ഇത് 2019 ലാസ്റ്റ് വണ്ടിയാണ്. 2019 ലാസ്റ്റ് മോഡൽ. BS6 വരുന്നതാണ്. BS6 വരുന്ന 2018 ലാസ്റ്റ് വണ്ടി. 19 ലാസ്റ്റ് ന്യൂ ഷേപ്പിൽ വരുന്നത്. ഇതിന് ശേഷം ഷേപ്പ് മാറിയിട്ടില്ല വണ്ടിന്റെ. ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഷേപ്പിൽ വരുന്ന വണ്ടി. അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്. എങ്ങനെ? റിവേഴ്സ് ക്യാമറ ഉണ്ട്. റിവേഴ്സ് ക്യാമറ. ഇത് റിവേഴ്സ് ക്യാമറന്റെ മോണിറ്റർ ആണല്ലേ? റിവേഴ്സ് ക്യാമറ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടി. ഓക്കെ. എത്ര ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടി? 30 സംതിങ് ഓട്ടോ ഉള്ളൂ. കമ്പനി സർവീസ് ചോദിക്കേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് ആസ്റ്റിംഗ് റേറ്റ്? എത്രയാണ്? 3.5 എന്തെങ്കിലും ചെറിയ മാറ്റം 3,50,000 ആസ്റ്റിംഗ് ആണ്. ചെറുതായിട്ട് ഇതിലും മാറ്റം വരുത്തൂ അല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. കമ്പനി സർവീസ് കുറച്ച് കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? ശരി. അടുത്തേക്ക് പോവാം. ഇത് മാരുതിയുടെ റിക്സ് അല്ലേ? ഓക്കെ. റിക്സ് ഇതിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ ഫേസ് അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫേസ്. ഓക്കെ. എങ്ങനെ ഇതിന്റെ ഷേപ്പ്? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. ന്യൂ ഷേപ്പ് മോഡല്. ഡീസൽ അല്ല വണ്ടി? ഡീസൽ വണ്ടി. ഇപ്പൊ മൈലേജ് കാര്യത്തിൽ നോക്കണ്ട. എങ്ങനെയാണ്? 20 മോഡൽ 20 എന്തായാലും കിട്ടും. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ 160 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 160 ഓടിയ ഡീസൽ വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ അബോ 80% ടയർ കാണാറില്ലേ? 80% ഉണ്ട്. സീറ്റ് കവറൊക്കെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവറൊക്കെ ചെയ്ത വണ്ടിയാണല്ലേ? ഓക്കെ. വണ്ടി കാണുമ്പോൾ തന്നെ വൃത്തി കാണുന്നുണ്ട്. ശരി. എത്രയാണ് ആസ്കിംഗ് റേറ്റ്? എത്രയാണ്? 3,50,000. 3,50,000. 3,50,000. ഓക്കെ. 3,50,000 അടിപൊളി ഡീസൽ വണ്ടി. 20 കിലോമീറ്റർ മൈലേജ് എടുക്കുന്ന ഡീസൽ വണ്ടി അല്ലേ? ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള റേറ്റ് നെഗോഷ്യബിൾ ആണല്ലോ? ഓക്കെ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ശരി. അടുത്തേക്ക് പോവാം. അടുത്ത ടൊയോട്ടന്റെ ഒരു കുട്ടി വണ്ടി അല്ലേ? ടൊയോട്ട എത്തിയോസ് ലീവ. എങ്ങനെ? ടൊയോട്ടയ്ക്ക് ഏറ്റവും ഡിമാൻഡ് കൂടുതൽ വണ്ടി. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ പൊതുവെ പറയാറുണ്ട്. ഇത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും ഒരു 1-2 ലക്ഷം കൊടുത്ത് വാങ്ങാൻ ആൾക്കാർ ഇപ്പൊ തയ്യാറാണ്. എന്താ ഇതിന്റെ പ്രത്യേകത അറിയില്ല. എഞ്ചിൻ മരിച്ചോടാണ്. ഓക്കെ. ഇതിന്റെ പരസ്യമൊക്കെ എന്താ പറയുക? ടൊയോട്ടയുടെ പരസ്യം വെച്ചാല് തട്ടിയ വണ്ടീന്റെ എഞ്ചിൻ പുറത്തായിരിക്കും, പക്ഷെ അത് വർക്കിംഗ് ആയിരിക്കും. അതൊക്കെ അവരെ പരസ്യം കാണിക്കുന്നത്. ഈ വണ്ടിയുടെ വിവരങ്ങൾ എങ്ങനെയായിരുന്നു? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ടൊയോട്ട എത്തിയോസ് ലീവ അല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ? എങ്ങനെ? VXD ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ലോഡ് വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 94,000 ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. എങ്ങനെ ആയാലും കിലോമീറ്റർ 20 അടുത്ത് മൈലേജ് കിട്ടുന്ന 20-22 മൈലേജ് കിട്ടുന്ന അടിപൊളി ഡീസൽ വണ്ടി. ഫുൾ ഓപ്ഷൻ അലവിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ പക്കയാണ്. എന്താ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി? വണ്ടി നമ്മൾ പറയണില്ല. ഡോക്ടർ. അതെ. ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു പെട്ടുപോയി. ഡോക്ടർ ഉപയോഗിച്ച്
പിന്നെ എന്താ നല്ലൊരു കമന്റ്, ഡോക്ടർ ഇന്ന സാധനത്ത് ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ വണ്ടിയിൽ ഇരിക്കുന്നുള്ളൊരു കമന്റ് എനിക്ക് വന്നു. പിന്നെ അതോടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുവിടും ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാന്ന് പറഞ്ഞു. ഓക്കെ, എന്താ എത്ര ആസ്കിംഗ് റേറ്റ് എത്രയാ? ഇതിന് 7 ലക്ഷം. 7,50,000 രൂപ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചെറുതായിട്ട് ലോൺ. ഇത് ലോൺ എത്ര വരും നമുക്ക്? ഇത് ലോൺ ഏകദേശം ഒരു 6 ലക്ഷം വരെ ചെയ്യാം. 6 ലക്ഷം വരെ ലോൺ കയറും. പുതിയ ഇൻഷുറൻസ് ആണ്, പുതിയ ഇൻഷുറൻസ്. അപ്പൊ 1.5-2 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് 1.5-2 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അടുത്തേക്ക് പോവാം. നമ്മൾ രണ്ടാമത് മാരുതി റിറ്റ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ ആദ്യം കണ്ടത് ഫസ്റ്റ് അല്ല ഏറ്റവും ലാസ്റ്റ് ഫേസോട് കൂടി വന്ന വണ്ടി. ഇത് ഏറ്റവും ഫസ്റ്റ് ഫേസിൽ ഇറങ്ങിയ വണ്ടി. ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. 2010 ലാസ്റ്റ് മോഡൽ. ഡീസൽ വണ്ടിയല്ലേ? അല്ല, പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ഓക്കെ, ചെറിയ വിലന്റെ പെട്രോൾ വണ്ടി ചോദിക്കണം. ചെറിയൊരു വിലക്ക് പെട്രോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റും നല്ലൊരു വണ്ടി. അപ്പൊ മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? പെട്രോൾ ആണെങ്കിൽ 16-17 കിട്ടും. 16-17 എടുത്ത് മൈലേജ് കിട്ടുന്ന അടിപൊളി പെട്രോൾ വണ്ടിയാണ് അല്ലേ? ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് നിലവിൽ 5 ആണ്. നിലവിൽ 5ാമത്തെ ഓണർഷിപ്പ് ആണ്. പിന്നെ പെട്രോൾ വണ്ടി ആകുമ്പോൾ പിന്നെ എഞ്ചിന്റെ കാര്യത്തിൽ മാറി ഓടിച്ചാലും അതായത് 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലക്ഷം വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1,10,000 വരെ ഓടിയിട്ടുള്ളൂ. 1 ലക്ഷം വരെ കമ്പനി സർവീസ് ഉണ്ട്. അപ്പൊ എഞ്ചിൻ പരമായിട്ട് ഒന്നും നോക്കണ്ട. കൃത്യമായിട്ട് ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി സർവീസ് പണിയെടുത്ത വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയറൊക്കെ ഏകദേശം 50 above ടയർ വരുന്നുണ്ടോ? 50 above ടയർ വരുന്ന അടിപൊളി വണ്ടി. ഓക്കെ, സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താണ്. അഡീഷണൽ സീറ്റ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് അതിന്റെ റേറ്റ് ചോദിക്കുന്നത്? 2,10. 2,10,000 രൂപയ്ക്ക് അടിപൊളി പെട്രോൾ വണ്ടി അല്ലേ? ഓക്കെ, ഇതിൽ ലോൺ കയറും? ചോദിക്കുന്നില്ല, ലോൺ ചോദിക്കാണ്. ചെയ്യാം. വേണ്ടവർക്ക് ഇതിലും ലോൺ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാങ്ക് ലോൺ ശ്രമിക്കാം. അവരെ കസ്റ്റമറെ ഓക്കെ നമ്മളെ സ്കോർ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പില്ല, നോക്കാം. അല്ലെങ്കിൽ സെർട്ട് ലോൺ അങ്ങനെ കിട്ടില്ലേ? കേട്ടോ, പകുതി കിട്ടുള്ളൂ. ഇൻട്രസ്റ്റിന്റെ കുറച്ച് കൂടുതലുണ്ടാവും. ശരി, അടുത്തേക്ക് പോവാം. മാരുതി ഷിഫ്റ്റ് അല്ലേ? ഷിഫ്റ്റ്. ഓക്കെ, ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ ആണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഓക്കെ, പൊതുവെ ഒന്നിന്റെ ചോട ഡീസൽ ഓടിയ വണ്ടി കിട്ടാൻ കുറച്ച് ദൗർലഭമാണ്. പ്രൈമിന്റെ ചോട പിന്നെ കിട്ടാനേ ദൗർലഭമാണ്. ഓക്കെ, ഓണർഷിപ്പ് കാര്യങ്ങള് സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ പറഞ്ഞ സിംഗിൾ ഓണർ വണ്ടി. ടയർ കാര്യങ്ങൾക്ക് തോന്നുന്നു 80% എബോ ടയറുള്ള വണ്ടിയാണ് അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര ആസ്കിംഗ് റേറ്റ് എത്രയാണ്? 4,85 ചോദിക്കുന്ന ഡീസൽ വണ്ടി 4,85. ഓക്കെ, ഇതിലും നെഗോഷ്യബിൾ അല്ല റേറ്റ്? ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും റേറ്റ് ചെയ്തു തരും. ഓക്കെ, ഇതിൽ എത്ര ലോൺ കയറും? ഇത് ഏകദേശം ഒരു 3.5-4 ഉള്ളിൽ ലോൺ കയറുന്ന വണ്ടിയാണ്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2, 2.5, 3 ഉണ്ടെങ്കിൽ 2 മതി. 2 ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിയും കയറും. ഏകദേശം ₹100 ഉള്ളിൽ മതി. അങ്ങനെ ഇങ്ങനെയല്ല, പൊതുവെ എടുത്ത വണ്ടികൾ ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ എടുത്തുകൊണ്ടാൻ പറ്റിയ എല്ലാ വണ്ടികളും ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോകാം. അപ്പൊ രണ്ടാമത് ഒരു ഇന്നോവയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ടൊയോട്ട ഇന്നോവ. ഇത് റീ വണ്ടിയാണോ? റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? 2013 G4. 2013 G4 14 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് എത്ര വരുന്നത്? നിലവിൽ സെക്കൻഡ് ഓണർ. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 lakh something. 1 ലക്ഷത്തിനടുത്ത് 1 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇന്നോവ ഒരു 4 ലക്ഷം കിലോമീറ്റർ 5 ലക്ഷം കിലോമീറ്റർ കൂടുതലല്ലോ വണ്ടി. ടൊയോട്ടന്റെ എഞ്ചിൻ പ്രത്യേകത അങ്ങനെ പറയുന്നുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട്? ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു above 60 ടയറും ഉണ്ട്. അപ്പൊ പുതിയ എടുക്കുന്ന ആൾക്ക് യാതൊരു ടെൻഷനും വേണ്ട, എടുത്ത് ഓടിയാൽ മാത്രം മതി. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇന്നോവയ്ക്ക് നമുക്ക് എത്ര മൈലേജ്? ഈ പറയുന്ന 10-12 അല്ലേ? ഇന്റർകൂളർ ആണെങ്കിൽ ഒരു 13-14. ഇന്റർകൂളർ ആണെങ്കിൽ 13. നമ്മൾ ആദ്യം നോക്കിയ വണ്ടി ഇന്റർകൂളർ വണ്ടിയാണ്. അത് 13 വരെ കിട്ടും. മറ്റേതാണെങ്കിൽ 10-12 ഉള്ളിൽ അതും കിട്ടും. ഓക്കെ, എത്ര ആസ്കിംഗ് റേറ്റ്? നമ്മൾ പറഞ്ഞത് 8,25,000 ആസ്കിംഗ് റേറ്റ് ആണ്. ഇത് ലോൺ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും വിലയെല്ലാം മാറ്റം വന്നിരിക്കുക. എന്നാലും ആ വില നെഗോഷ്യബിൾ അല്ലേ? ചെയ്തു കൊടുക്കാൻ പറ്റില്ല നമുക്ക്? ഓക്കെ, ചെയ്തു കൊടുക്കാം. ഇതിൽ ലോൺ എത്ര കയറും? പറഞ്ഞ 80% ലോൺ കയറോ? 80 കയറില്ല. 80 കയറില്ല. 5 ലക്ഷം 5.5 ലോൺ കയറുന്ന അടിപൊളി വണ്ടിയാണ്. ശരി, അടുത്തേക്ക് പോവാം. അടുത്ത് വെള്ള കളർ ടൊയോട്ട ഇന്നോവ അല്ലേ? ഓക്കെ, ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? 2015 G4 വണ്ടി. ഓക്കെ, റീ വണ്ടിയാണ്. രജിസ്റ്റേർഡ് വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി പെർഫെക്റ്റ് വണ്ടി. ടയറും കാര്യങ്ങളും മെയിൻ ക്ലാസ് മാറേണ്ടി വന്നു. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് അല്ല, മെയിൻ അപ്രോഡ് കാര്യങ്ങളൊന്നും വർക്ക് എടുത്തില്ല. സാധാരണ അപ്രോഡ് കാര്യങ്ങൾ വർക്ക് എടുത്താലേ നമ്മളെ വണ്ടിക്ക് ഒരു മേജർ ആക്സിഡന്റ് ആയി പരിഗണിക്കുള്ളൂ. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് ഇപ്പൊ എന്ത് വേണം? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയിൽ റബ്ബറിന്റെ കായ നല്ല സ്പീഡിലുള്ള റബ്ബറിന്റെ കായ വീണപ്പോ എന്റെ ഫ്രണ്ടില് പൊട്ടിപ്പോയി, മാറേണ്ടി വന്നിട്ട്. ശരി, എത്ര ഇതിന് ചോദിക്കുന്ന റേറ്റ്? ഇതിന് 9.5 ലക്ഷം.
9.5 ലക്ഷം. മോഡൽ വന്നിരിക്കുന്നത് 2015 മോഡല്, സെക്കൻഡ് ഓണർ, 2015 സെക്കൻഡ് ഓണർ G4 വണ്ടി. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത കൊണ്ടും നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റെഡി ടു യൂസ്, കൊണ്ടുവന്ന ആൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ ഇൻഷുറൻസ് എടുത്തു, പുതിയ ഇൻഷുറൻസ് എടുക്കും. ഏകദേശം വണ്ടികളൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ പേരിൽ പുതിയ വണ്ടി, ഇപ്പൊ നിർത്തുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലെ. ഓക്കെ, ഇവിടെയുള്ള എല്ലാ വണ്ടിയും ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അതും പേടിക്കണ്ട. എടുക്കുന്ന ആളെ പേരിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. അങ്ങനെയാണ് ഒരു കൊല്ലത്തേക്ക് അതും നോക്കേണ്ട ആവശ്യമില്ല. ശരി, വില നെഗോഷ്യബിൾ അല്ലേ? ചെറുതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ഷിഫ്റ്റിലേക്ക് എത്തിയിരിക്കാന്നല്ലേ? ഓക്കെ, എന്താ ഇതിന്റെ വിവരങ്ങൾ? 2014 മോഡല്, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി 2014 VDI മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 150 സംതിങ്, 1,50,000 അടുത്ത് ഓടിയ ഡീസൽ വണ്ടി. ഓക്കെ, മൈലേജ് കാരണം ഡീസലിന്റെ പിന്നെ പറയേണ്ട, ചെറുവണ്ടികൾക്ക് എന്തായാലും 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ്. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം 50 above ഉണ്ട് അല്ലേ? 50 above ടയർ ഉള്ള അടിപൊളി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, എത്രയാണ് ആസ്കിംഗ് റേറ്റ്? 4,40,000 രൂപയ്ക്ക് അടിപൊളി ഡീസൽ വണ്ടി. മോഡല് 2014 മോഡൽ വണ്ടി. ഓക്കെ, എഞ്ചിന്റെ പരമായിട്ട് ഒന്നും നോക്കണ്ട. ഹിസ്റ്ററി സർവീസ് എങ്ങനെ വരുന്നത്? കമ്പനി സർവീസ് ആണ്. ഡീസലായിട്ട് സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഉള്ളിലാണെങ്കിലും കംഫർട്ടിന് യാതൊരു കുറവില്ല. ശരി, വില ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആവശ്യമുള്ളവർക്ക് നേരിട്ട് വന്നാൽ വിലയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ശരി, അടുത്തേക്ക് പോകാം. നമ്മളൊരു i20 എത്തിയിരിക്കാന്നല്ലേ? ഏതാ ഡീസലാണോ വണ്ടി? ഡീസൽ i20. ഓക്കെ, ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? 2015 മോഡല്, 15 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,07,000. 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും മേജർ ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ടയറൊക്കെ ഏകദേശം ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80%. ഞാൻ ഈ ടയർ ചോദിക്കുന്നതിനും എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ 4 ടയർ കൊണ്ട് ഏകദേശം മാറാൻ ഒരു വണ്ടിക്ക് എത്ര രൂപ ചെലവ് വരും? ഏകദേശം പിന്നെ നല്ല കമ്പനി ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 16 രൂപ, 17. നല്ലൊരു കമ്പനി ടയർ ആണ് 20 രൂപയുടെ അടുത്ത് കമ്പനിക്ക് ചൈന ടയറൊക്കെ കുറഞ്ഞ വിലക്ക്. അപ്പൊ ഏകദേശം ഇവിടെയുള്ള വണ്ടികളൊക്കെ ഏകദേശം 50 above തന്നെ ടയറുള്ള 80% above ടയറുള്ള വണ്ടികളാണ്. അപ്പം നല്ലൊരു എമൗണ്ട് അവിടെ ലാഭിക്കാൻ പറ്റും നമുക്ക് അല്ലെ, പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത്. ഓക്കെ, എത്ര ഓണർഷിപ്പ് എത്ര പറഞ്ഞ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,07,000 കിലോമീറ്റർ ഓടിയ i20 ഡീസൽ വണ്ടി. ഓപ്ഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? ആസ്ത മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണല്ലോ ആസ്ത, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, എങ്ങനെ ഇതിന്റെ എത്ര ചോദിക്കുന്ന റേറ്റ്? റേറ്റ് വരുന്നത് 5,70,000. 5,70,000 റേറ്റ് ആണ്, ആസ്കിംഗ് റേറ്റ് ആണ് അല്ലെ? മൈലേജ് പ്രതീക്ഷിക്കാം i20 നമുക്ക്? 18-20 മൈലേജും പ്രതീക്ഷിക്കാം. റേറ്റ് നെഗോഷ്യബിൾ അല്ല, നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതും റേറ്റ് ചെയ്ത് തരാം, നെഗോഷ്യബിൾ ആണ്. അടുത്തേക്ക് പോകാം. വണ്ടിയുടെ വിവരങ്ങൾ എങ്ങനെ? 2016 മോഡൽ 17 റേസർ. 2016 മുതൽ 17 റേസർ VXI പെട്രോൾ വണ്ടിയാണ്. ഇതിന്റെ ഡീസൽ വണ്ടി ഉണ്ട്. 3 സ്ട്രോക്ക് വരുന്ന എഞ്ചിൻ വരുന്നത്. മൈലേജ് കാര്യത്തിൽ ഏകദേശം 20 മുകളിൽ മൈലേജ് കിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഡീസൽ ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ഒരു വട്ടം നോക്കാൻ വേണ്ടി പോയിട്ടായിരുന്നു വണ്ടി നമ്മുടെ ആവശ്യത്തിന്. ശരി, പെട്രോൾ ഡിമാൻഡ് കൊടുത്തല്ലേ? ഓക്കെ, കിലോമീറ്റർ എത്ര പറഞ്ഞ്? 80 സംതിങ് കിലോമീറ്റർ ഓടിയ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ടയർ ഏകദേശം 60 above എത്ര വരുന്നുണ്ട്? 80 above ടയർ വരുന്നുണ്ട് അല്ലേ? 80 above ടയർ വരുന്ന അടിപൊളി വണ്ടി. ഓക്കെ, എത്ര ആസ്കിംഗ് റേറ്റ് എത്രയാണ്? 3,40,000 അടിപൊളി സെലറി. റേറ്റ് നെഗോഷ്യബിൾ അല്ല, നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, റേറ്റ് നെഗോഷ്യബിൾ ആണ്. നേരിട്ട് കണ്ടു ചോദിച്ചാൽ റേറ്റിൽ നമുക്ക് ഇനിയും മാറ്റം വരുത്താൻ സാധിക്കും. ഇതിൽ ലോൺ എത്ര കയറും നമുക്ക്? ഏകദേശം ഒരു 2.5 രൂപയുടെ അടുത്ത് ലോണും കയറുന്നത്. ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ.